ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് നോക്കുന്നത്. ഒരു കമ്പനി അവർക്ക് ക്യാപിറ്റൽ കളക്ട് ചെയ്യാനായിട്ട് ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് അവർക്ക് ക്യാപിറ്റൽ കളക്ട് ചെയ്യാം. അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കിയത്. സെക്കൻഡ് നമ്മൾ നോക്കിയതാണ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ കളക്ട് ചെയ്യുക. ദെൻ തേർഡ് എന്ന് പറയുന്നതാണ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ കളക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ കളക്ട് ചെയ്യുക അതിനെ പറയുന്നതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ അതിനെന്ത് വരും, നമുക്ക് കോസ്റ്റ് വരും. അതിനെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതിന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കണം, ഡിവിഡൻറ്റ് കൊടുത്തിരിക്കണം. ആ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, അതുകൊണ്ട് നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതായത് പ്രോഫിറ്റിൻ്റെ ബേസിലാണ് അത് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യണത്. അതേപോലെ തന്നെ റിസ്ക് ഫാക്ടറും അതിനെ വളരെയധികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ മെയിനായിട്ട് നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഡിനോട്ട് ചെയ്യണതാണ് KE എന്ന് പറയുന്നത്. നമ്മൾ ഡിബെഞ്ചേഴ്സിൻ്റെ കേസിൽ കോസ്റ്റ് ഓഫ് ഡിബെഞ്ചേഴ്സിൻ്റെ ഡെപ്റ്റിൻ്റെ കേസിൽ നമ്മൾ ഡിനോട്ട് ചെയ്താണ് KD എന്നുള്ള സിമ്പിള്. ദെൻ പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു KP എന്നുള്ളത്. ഓക്കെ, ഇവിടെയാണെങ്കിൽ KE ആണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഡിനോട്ട് ചെയ്യണതാണ് KE എന്നുള്ളത്. ദെൻ നമുക്കിവിടെ മെയിനായിട്ടും വേരിയസ് അപ്രോച്ചസ് അല്ലെങ്കിൽ മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. മെയിനായിട്ടും 5 മെത്തേഡ്സാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വണ്ണാണ് ഡിവിഡൻറ്റ് ഈൽഡ് മെത്തേഡ്. സെക്കൻഡ് വണ്ണാണ് ഡിവിഡൻറ്റ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. ദെൻ തേർഡ് മെത്തേഡായിട്ട് പറയുന്നതാണ് ഏണിംഗ് പ്രൈസ് മെത്തേഡ്. ദെൻ ഫോർത്ത് മെത്തേഡാണ് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. ലാസ്റ്റ് മെത്തേഡാണ് CAPM മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിവിഡൻറ്റ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്, ദെൻ ഏണിംഗ് പ്രൈസ് മെത്തേഡ്, ദെൻ CAPM. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് CAPM മെത്തേഡ്. അപ്പോൾ ഇത് നമുക്ക് 5 മാർക്കിൻ്റെ പ്രോബ്ലംസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഡിവിഡൻറ്റ് ഈൽഡ് പ്ലസ് ഗ്രോത്ത്, ഏണിംഗ് പ്രൈസ് മെത്തേഡ്, അതേപോലെ തന്നെ CAPM മെത്തേഡ്. ദെൻ നമുക്കിത് ഓരോന്ന് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് മെത്തേഡായിട്ട് പറയുന്നതാണ് ഡിവിഡൻറ്റ് ഈൽഡ് മെത്തേഡ്. അപ്പോൾ എന്തായിരിക്കും ഈ ഡിവിഡൻറ്റ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്? ഓക്കെ, ഡിവിഡൻറ്റ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് അവർ കമ്പനിയുടെ ഷെയർസിൽ അവരുടെ സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ കറൻറ്റായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡിവിഡൻറ്റ് തന്നെ ഇനിയും ഭാവിയിൽ കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ, അതിനെ പറയുന്നതാണ് ഡിവിഡൻറ്റ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈക്വൽ D/MP × 100. MP എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ്, D എന്ന് പറയുന്നത് ഡിവിഡൻറ്റ്. ദെൻ ന്യൂലി ഇഷ്യൂഡ് ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും, അവരുടെ മാർക്കറ്റ് പ്രൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമല്ല, അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും NP ആയിരിക്കും. ദറ്റ് ഈസ് D/NP × 100. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ദെൻ സെക്കൻഡ് മെത്തേഡാണ് ഡിവിഡൻറ്റ് ഈൽഡ് പ്ലസ് ഗ്രോത്തും കൂടി അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രോത്ത് ഇത് ഡിവിഡൻറ്റിൽ കിട്ടുന്നതിൽ നമുക്ക് അളവിൽ കൂടി വരും എന്നുള്ളൊരു അസംഷനാണ് അവിടെ വരുന്നത്. നമ്മുടെ ഇക്വേഷനാണ് KE = D1/MP. MP എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് × 100 പ്ലസ് G എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റും കൂടി ആഡ് ചെയ്യും. ഇവിടെ D1 കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് D0 × 1 + G. ഈ D0 എന്ന് പറയുന്നത് അല്ലെങ്കിൽ D1 എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. D1 എന്ന് പറയുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ, നമ്മൾ പ്രീവിയസ് ഇയർ, അതാണ് D0 എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഡിവിഡൻറ്റ്, അതാണ് D0. G എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്. അപ്പോൾ നമുക്ക് ഡിവിഡൻറ്റ് ഇനീഷ്യലാണ് തരുന്നത് എങ്കിൽ നമുക്ക് ഈ D0 × 1 + G നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, നമുക്ക് അപ്പോൾ തന്നെ D1 ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഡിവിഡൻറ്റ് നമുക്ക് എടുക്കാം. അറ്റ് ദി ഇനീഷ്യലി ആണ് എങ്കിൽ. ദെൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആണെങ്കിൽ നമുക്ക് D1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് D0 × 1 + G എന്നുള്ളത്. ദെൻ ന്യൂലി ഇഷ്യൂഡ് ഷെയർസിൻ്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും, MP പോയിട്ട് അവിടെ എന്തായിരിക്കും, NP ആയിരിക്കും. ദറ്റ് ഈസ് KE = D1/NP × 100 + G. ദെൻ നമുക്ക് MP അല്ലെങ്കിൽ NP കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാണ്. MP or NP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് D1 / KE - G. ഓക്കെ, ദെൻ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്, ഡിവിഡൻറ്റ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. ദെൻ നമ്മുടെ മൂന്നാമത്തെ അപ്രോച്ച് അല്ലെങ്കിൽ മെത്തേഡാണ് ഏണിംഗ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്തായിരിക്കും ഈ ഏണിംഗ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്? നമ്മുടെ ഇക്വേഷനാണ് KE = EPS. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ EPS നോക്കിയിട്ടുണ്ടായിരുന്നു, ഏണിംഗ് പെർ ഷെയർ എന്നുള്ളത്, /MP or NP × 100. അതാണ് നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ്. ദെൻ നാലാമത്തെ മെത്തേഡാണ് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. ഇതിൽ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ചെയ്യാനില്ല, നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് ആവറേജിൻ്റെ ബേസിലാണ്. ദ ലാസ്റ്റ് മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ് CAPM മെത്തേഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസ് മെത്തേഡ്. KE = നമ്മൾ പറയുന്നത് RF + βI × REM - RF.
അപ്പോൾ ഈ 5 അപ്രോച്ചസ് അല്ലെങ്കിൽ മെത്തേഡ്സാണ് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് ഡീപ്പായിട്ട് നോക്കാം ഓരോന്ന് 1 by 1 ആയിട്ട്. എന്താണ് ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത്? ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിനെ പറയുന്നതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇത് വളരെ ഡിഫിക്കൽട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ബിക്കോസ് നമ്മുടെ ഇക്വിറ്റി ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, അതിൽ ചേഞ്ചസ് വരും. ഏതിൻ്റെ ബേസിൽ? അത് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യണത് പ്രോഫിറ്റിൻ്റെ ബേസിലാണ്, അതിനനുസരിച്ചിട്ട് അത് ചേഞ്ചസ് വരും. അതേപോലെ തന്നെ റിസ്ക് ഫാക്ടറിനും ഇക്വിറ്റി ഡിവിഡൻഡ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ നമുക്ക് പറയുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ഡെഫിനിഷൻ ആണ്, ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ ഫേം മസ്റ്റ് ഏൺ ഓൺ ദി ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ ഫേം ഏൺ ചെയ്യുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. അതേപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അപ്പോൾ ഇതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഡെഫിനിഷനായിട്ട് പറയണത്. then ഇതിൽ വേരിയസ് അപ്രോച്ചസ് അല്ലെങ്കിൽ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് 5 മെത്തേഡ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് മെത്തേഡാണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. തേർഡ് മെത്തേഡാണ് ഏണിംഗ് പ്രൈസ് മെത്തേഡ്. ദെൻ ഫോർത്ത് മെത്തേഡ് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. ലാസ്റ്റ് മെത്തേഡാണ് CAPM എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ലാസ്റ്റ് മെത്തേഡ്, CAPM മെത്തേഡ്. ഓക്കെ, നിങ്ങൾക്ക് 5 മാർക്കിന് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് നിങ്ങൾക്ക് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. ദെൻ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം, ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് കമ്പനിയിലെ ഇൻവെസ്റ്റ് ചെയ്യണ ഇൻവെസ്റ്റേഴ്സ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ കറൻറ്റ് റേറ്റിൽ തന്നെ അവർക്ക് റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ്റെ മുകളിലാണ് അവർ അതിൻ്റെ മുകളിൽ അവരുടെ സേവിങ്സൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണത്. ഇതിനെ പറയുന്ന വേറൊരു പേരും കൂടിയാണ് ഡിവിഡൻഡ് പ്രൈസ് റേഷ്യോ മെത്തേഡ്. അതിൻ്റെ ഇക്വേഷനാണ് KE = D/MP × 100. അപ്പോൾ D എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്, ദെൻ MP എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. ഇൻ ദി കേസ് ഓഫ് ന്യൂലി ഇഷ്യൂഡ് ഇക്വിറ്റി ഷെയർസ്, ന്യൂലി ഇഷ്യൂഡ് ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ അവരുടെ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമല്ല. ആ സമയത്ത് നമ്മൾ എന്താണ് അവിടെ യൂസ് ചെയ്യുന്നത്? NP ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ D/NP × 100. ഇവിടെ MP ആണ്, അപ്പോൾ MP നമുക്ക് അറിയാത്തതുകൊണ്ട് NP ആയിട്ട് മാറും, നെറ്റ് പ്രൊസീഡ്സ്. അപ്പോൾ ഈ നെറ്റ് പ്രൊസീഡ്സ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഫേസ് വാല്യൂ നമുക്ക് 3 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നതുണ്ട്, അതേപോലെ തന്നെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നതുണ്ട്, പാറിൽ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ 3 കേസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് NP കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പോൾ പാറിലാണെങ്കിൽ നമുക്ക് ആ ഫേസ് വാല്യൂ തന്നെ നമുക്ക് എടുക്കാം. വല്ല ഫ്ലോട്ടേഷൻ കോസ്റ്റൊക്കെ ഉണ്ട് ചെയ്യും, നമ്മളതൊന്ന് മൈനസ് ചെയ്താൽ മതി. ഫേസ് വാല്യൂവിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്താൽ മതി. ദെൻ അത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഫേസ് വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് വേണം, ഡിസ്കൗണ്ട് മൈനസ് ചെയ്യണം. ദെൻ നമുക്ക് ഫ്ലോട്ടേഷൻ കോസ്റ്റും കൂടി മൈനസ് ചെയ്യുക. ദെൻ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യണതെങ്കിൽ ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം ആഡ് ചെയ്യണം. ദെൻ മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഇഷ്യൂ എക്സ്പെൻസസ് നമ്മൾ മൈനസ് ചെയ്യണം. അങ്ങനെയാണ് NP കാണുക. രണ്ടാമത്തെ മെത്തേഡാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡിവിഡൻഡ് നമ്മൾ ഡിവിഡൻഡിന് ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് അവിടെ എക്സ്പെക്റ്റ് ചെയ്യണത്. അപ്പോൾ അതും കൂടി നമ്മൾ ഡിവിഡൻഡിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇക്വേഷനാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി KE = D1/MP × 100 + G. കണ്ടോ, ഗ്രോത്ത് റേറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഈ D1 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ എഴുതി എൻഡ് ഓഫ് ദി ഇയർ ആണ് പറയുന്നതെങ്കിൽ നമ്മൾ D1 കാൽക്കുലേറ്റ് ചെയ്യണത് D0 × 1 + G നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, D0 × 1 + G. അപ്പോൾ ഈ D0 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഇയറിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഡിവിഡൻഡ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? D0 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ഓക്കെ, പ്രീവിയസ് ഇയറിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഡിവിഡൻഡ്, അതാണ് D0. അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ D0 × 1 + G വെച്ചിട്ട് ഇക്വേഷൻ വെച്ചിട്ട് വേണം ഏത് കണ്ടുപിടിക്കാൻ? D1 കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഇവിടെ അറ്റ് ദി എൻഡ് പോയിട്ട് നമുക്ക് ഇനീഷ്യലി ആണെന്ന് വിചാരിക്കുക, അതായത് തുടക്കത്തിലുള്ള ഡിവിഡൻഡാണ് നമുക്ക് തന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ D0 × 1 + G ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ട. നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? D/MP × 100 + G എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, D/MP 1 വേണ്ട. ഓക്കെ,
തന്നെ ഇതിൽ MP എന്ന് പറയുന്നത് നമുക്കറിയാലോ മാർക്കറ്റ് പ്രൈസാണ്, G എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ്. തന്നെ ഇൻ ദി കേസ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർസ്, കമ്പനി ന്യൂ ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ D1/MP × 100 + G അങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാണുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ്. നമുക്കിനി MP ഓർ NP കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിത് മുകളിൽ പറഞ്ഞ ഇക്വേഷനിൽ MP ഓർ NP കണ്ടുപിടിക്കണമെങ്കിൽ D1/KE - G നമ്മൾ ഇക്വേഷൻ അവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. നോക്കൂ, അപ്പോൾ ഇവിടെ നമുക്ക് NP ആണ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ NP നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ NP = D1/KE - G. ഓക്കെ, അതാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുക MP ഓർ NP കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ കമ്പനി പ്ലാൻസ് ടു ഇഷ്യൂ 1000 ന്യൂ ഷെയർസ് ഓഫ് ₹100 ഈച്ച് അറ്റ് par. The flotation costs are expected to be 5% of the share price. The company pays a dividend of ₹10 per share initially, and the growth in dividend is expected to be 5%. Compute the cost of new equity shares. If the current market price of an equity share is ₹150, calculate the cost of equity share capital. അപ്പോൾ നമ്മുടെ അടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് KE. E എന്ന് പറയുന്നത് ഇക്വിറ്റി, ദെൻ K എന്ന് പറയുന്നത് കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പാറിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, അതിന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ പാറിലാണ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യണം. പാർ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100ൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് നോക്കുക എത്രയാണ്, 5%. 100ൻ്റെ 5% എന്ന് പറയുമ്പോൾ 5, ദാറ്റ് ഈസ് 95 ആണ് എന്തെന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എമൗണ്ട് നമ്മളിവിടെ എഴുതി വയ്ക്കുക, റൈറ്റ് സൈഡിൽ എഴുതി വയ്ക്കുക എന്തൊക്കെ തന്നിട്ടുണ്ട് എങ്കിൽ. ദെൻ നെക്സ്റ്റ് വരുന്നുണ്ട് ഡിവിഡൻറ്റ് കൊടുക്കുന്നത് 10 per share ഇനീഷ്യലി ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത് D1 എന്ന് പറയുന്നത് അടുത്ത് എൻഡാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ D0 × 1 + G എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇവിടെ നമുക്ക് അടുത്ത് എൻഡ് നമുക്ക് തന്നിട്ടില്ല. ഇനീഷ്യലി നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിവിഡൻ്റാണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ D1 കണ്ടുപിടിക്കാൻ D0 × 1 + G ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട. ദെൻ ഗ്രോത്ത് എന്ന് പറയുന്നത് G എന്ന് പറയുന്നത് എത്രയാണ്, 5% ആണ്. ഓക്കെ, അപ്പോൾ G എന്ന് പറയുന്നത് 5%. ദെൻ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് മാർക്കറ്റ് പ്രൈസ്, അതായത് MP എന്ന് പറയുന്നത് എത്രയാണ്, 150 ആണെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ NP വെച്ചിട്ടുള്ള ഇക്വേഷനും വേണം, MP വെച്ചിട്ടുള്ള ഇക്വേഷനും നമ്മൾ ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷനാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈക്വൽ D1/NP × 100 + G. D എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇനീഷ്യലി ആയതുകൊണ്ട് നമുക്ക് D0 × 1 + G എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട. നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് അതേപോലെ എഴുതാം. അപ്പോൾ 10 നെറ്റ് പ്രൊസീഡ്സ് നമ്മൾ പറഞ്ഞു 100ൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് 5% മൈനസ് ചെയ്യുക, അത് 100ൻ്റെ 5% എന്ന് പറയുമ്പോൾ 5 തന്നെയാണ്. ദെൻ × 100 + G എന്ന് പറയുന്നത് 5%. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 15.53% എന്നുള്ളത്. ദെൻ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് മാർക്കറ്റ് പ്രൈസ് 150 ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ നമ്മുടെ എന്താണ് ഇക്വേഷനിൽ NP പോയിട്ട് അവിടെ MP ആവും, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇവിടുത്തെ NP പോയിട്ട് എന്തായിരിക്കും 150 MP ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആൻസർ കിട്ടുക, 10/150 × 100 + 5%. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കിട്ടും. ഓക്കെ, നമുക്കിവിടെ കിട്ടിയ ആൻസർ ഉണ്ട് KE = D/MP × 100 + G. D എന്ന് പറയുന്നത് 10/MP എന്ന് പറയുന്നത് 150 × 100 + G എന്ന് പറയുമ്പോൾ 5%. നമുക്ക് കിട്ടിയ ആൻസറാണ് 11.67%. The next question നോക്കൂ, the shares of a company are selling at ₹80 per share and the company had paid a dividend of ₹8 per share last year. Last year means at the end of the year. അപ്പോൾ നമ്മുടെ D1 എന്ന് പറയുന്നത് എന്താണ്, D0 × 1 + G എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഗ്രോത്ത് റേറ്റ് പറയുന്നുണ്ട് 5%. Calculate the equity cost of capital. Then if the expected growth rate 7% ആണെങ്കിൽ calculate the market price per share. ഓക്കെ, അപ്പോൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 5 ഉള്ളത് എത്രയായിട്ട് മാറി, 7% ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടോ നോക്കൂ. ഇവിടെ പറയുന്നുണ്ട് കമ്പനി സെയിൽസ് നടത്തുന്നത് 80 per ഷെയറിനാണ്.
കമ്പനി കൊടുക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു D0 ലാസ്റ്റ് ഇയർ ആണ സമയത്ത് D0 × 1 + G എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. D0 എന്ന് പറയുന്നതാണ് 8 × 1 + G എന്ന് പറയുമ്പോൾ 5%. അത് നമ്മൾ ചെയ്യണം. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാനായിട്ട്, D1 കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, D1 കണ്ടുപിടിക്കാൻ. ദെൻ നമ്മുടെ അടുത്ത് പറയുന്നത് ഗ്രോത്ത് റേറ്റ് 7% കൂടി. അപ്പോൾ 5 എന്നുള്ളത് എന്തായിട്ട് മാറും, 7% കൂടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. D1 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു D0 × 1 + G വെച്ചിട്ട് ചെയ്യണം. മറ്റേത് എൻഡ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞ കാരണം നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ദെൻ 8 ആണ് നമ്മുടെ ഡിവിഡൻഡ്. 8 × 1 + G, അതായത് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 8.40. അതായത് 1 × 8 8, ദാറ്റ് ഈസ് 8. ദെൻ പ്ലസ് ദെൻ 8 × 5%, ദാറ്റ് ഈസ് 8 × 0.05. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 8.40. ദെൻ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ D1 നമുക്ക് കിട്ടി 8.40 ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 80. സെയിൽസ് നടത്തുമ്പോൾ അതാണ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, × 100 + G. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 15.5% എന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മളത് ഡിവൈഡ് ബൈ 100 ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും 0.155 എന്നുള്ളത്. നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് 7% ഗ്രോത്ത് റേറ്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും മാർക്കറ്റ് പ്രൈസ്. നമ്മുടെ ഇക്വേഷനാണ് K = T1/MP + G എന്നുള്ളത്. MP കണ്ടുപിടിക്കാനായിട്ട് MP നമ്മൾ MPനെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ D1 / KE + G എന്തായിട്ട് മാറും, -G ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. D1 = 8 × 1 + 7% ആണ് നമ്മുടെ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 8.56. ദെൻ നമ്മളത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യണം. MP = 8.56 ഡിവൈഡഡ് ബൈ KE. നമുക്ക് K നേരത്തെ കിട്ടിയതാണ് 0.155%. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇടാം, 15.5% എന്നുള്ളത് ഇടാം. ദെൻ മൈനസ് ഗ്രോത്ത് റേറ്റ് ആണ് നമ്മുടെ 7% ആണ്. അപ്പോൾ 0.07. നമുക്ക് ആൻസർ കിട്ടും 100.7.